ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്താണ് ഇനി സംഭവിക്കാനായിട്ട് പോകുന്നത്, എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഏത് രീതിയിലേക്ക് വരണം എന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് റൊമാൻസ് ഏഞ്ചൽസ് ആണ് നമുക്ക് ഗൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ടോ, അവരെങ്ങനെ ഇത് കാണുന്നു, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിതിലൂടെ അറിയാം. അപ്പോൾ റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങളുടേതായിട്ടുള്ളൊരു സജഷൻ കൂടി ചോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓൾറെഡി കുറച്ച് നാളുകളായിട്ട് പലരും കമൻസിലൂടെ ആണെന്നുണ്ടെങ്കിൽ നേരിട്ടും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ലൈവ് റീഡിങ്സ് ചെയ്യുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ എനിക്ക് തന്നെ അറിയാം, നമ്മൾ ഏകദേശം ഒരു 3 മാസത്തോളമായി ലൈവ് റീഡിങ് ചെയ്തിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ചോദിച്ചപ്പോൾ പലർക്കും ലൈവ് റീഡിംഗ് വരുമ്പോഴത്തേക്ക് നമ്മൾ കാർഡ്സ് ഷഫിൾ ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ കുറച്ചധികം ലാഗ് ആവും, വീഡിയോ വളരെയധികം ലെങ്തിയും ആവും. അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ളൊരു സജഷൻ പലർക്കും ഉണ്ടായിരുന്നു. കുറച്ച് പേർക്ക് ലൈവ് റീഡിംഗ് എന്നുള്ളൊരു ഇതും ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴുള്ള നമ്മൾക്ക് ഒരു കുറച്ചും കൂടി സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളെല്ലാം 3 മാസത്തേനേക്കാളും മുൻപായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഒരു ആഗ്രഹം എന്താണ്? ആ ഒരു ലൈവ് റീഡിംഗ് കാണുന്നതാണോ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം? അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് പോലെയുള്ള നിങ്ങൾക്കുള്ള ആവശ്യമുള്ളൊരു കാര്യം കണ്ടൻറ്റ് മാത്രം മതിയോ, അല്ലെങ്കിൽ കാർഡ്സ് എടുക്കുന്ന തൊട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അന്ന് ഞാൻ ചോദിച്ചിരുന്നപ്പോഴും കുറച്ച് പേർക്ക് ലൈവ് റീഡിംഗ് ആയിരുന്നു ഇഷ്ടമെങ്കിലും കൂടുതൽ വ്യക്തികൾക്കും ഒരുപാട് ടൈം പോകുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വീഡിയോ വളരെ ലെങ്തി ആയി പോകുന്നതുകൊണ്ടായിരിക്കാം, അത്രയും കാണാനുള്ള സമയമില്ലാത്തതുകൊണ്ടായിരിക്കാം ഈ ഒരു രീതിയിൽ മതി എന്ന് പറഞ്ഞിരുന്നു. ഷോർട്ട് ആൻഡ് ക്രിസ്പ് എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഇപ്പോഴുള്ള നിങ്ങളുടെ ഒരു ചോയ്സ് മാറിയിട്ടുണ്ടോ എന്ന് അറിയുന്നതിനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് വരാം. ഇത് ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക, അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ ഏഞ്ചൽസിന് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയാനുള്ളത്, അല്ലെങ്കിൽ എന്ത് ഗൈഡൻസ് ആണ് ഇതിനകത്ത് നിങ്ങളെ അറിയിക്കാനായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ 3 കാർഡ്സാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ദിസ് കുഡ് ബി ദ വൺ എന്നുള്ളതാണ്. യു ഹാവ് ഓൾറെഡി മെറ്റ് ദ റൊമാൻറ്റിക് പാർട്ട്ണർ യു സീക്ക്. അതായത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആ ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് റിലേഷൻഷിപ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ പാർട്ട്നേഴ്സൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും ഇപ്പോൾ നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ റീഡിംഗ് കാണുന്നത്, അല്ലെങ്കിൽ ആരെ മനസ്സിൽ വിചാരിച്ചിട്ടാണോ ഇത് കാണുന്നത്, ആ ഒരു പേഴ്സണാണ് നിങ്ങളുടെ ഒരു യഥാർത്ഥ പാർട്ട്ണർ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ ഒരു സോൾമേറ്റ്. അതുപോലെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിനകത്ത് എൻ്റർ ചെയ്യുന്നതിന് മുൻപേ നിങ്ങളുടെ ഒരു സങ്കല്പത്തിലുള്ള വ്യക്തിയായിരുന്നിരിക്കാം ഈ ഒരു പേഴ്സൺ. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായിട്ടുള്ള, നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഉപരിയായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ഈ ഒരു വ്യക്തിയിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും. നമ്മളുടെ ഒരു ഡ്രീം കം ട്രൂ എന്നൊക്കെ പറയുന്നത് പോലെ അത്രയ്ക്ക് നിങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന, നിങ്ങളെ ഒരുപാട് മനസ്സിലാക്കുന്ന, കെയർ ചെയ്യുന്ന, ഒരുപാട് ലവബിൾ ആയിട്ടുള്ളൊരു പേഴ്സൺ തന്നെയായിരിക്കാം നിങ്ങളുടെ ആ ഒരു റൊമാൻറ്റിക് പാർട്ട്ണർ. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് അട്രാക്ഷൻ ആണ്. യു അട്രാക്ട് റൊമാൻറ്റിക് ലവ് ബൈ എൻജോയിങ് ദിസ് മൊമെൻറ്റ് ഫുള്ളി എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രസൻറ്റ് എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയെ അട്രാക്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം, മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്നുണ്ടാവാം, അഫർമേഷൻസ് ചെയ്യുന്നുണ്ടാവാം, പലപ്പോഴും ഈ ഒരു വ്യക്തിയെ തന്നെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടാവാം ഇവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു തരത്തിൽ നിങ്ങൾ ഒരുപാട് ഇവർ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ എവറി മൊമെൻറ്റ് എന്ന് പറയുന്നത് പോലെ ഇവരെക്കുറിച്ചുള്ള തോട്ട്സ് ആയിരിക്കാം നിങ്ങളുടെ മനസ്സിനകത്തുള്ളത്. ചിലപ്പോൾ നിങ്ങൾ തമ്മിലൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണ്, അല്ലെങ്കിൽ ഒന്ന് അകന്ന് നിൽക്കുകയാണ്, ആ ഒരു സിനാരിയോ ഒക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇവർ വീണ്ടും നിങ്ങളിലേക്ക് വരുന്നത് പോലെ, അല്ലെങ്കിൽ കുറച്ചുകൂടി അട്രാക്റ്റ് ആവുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് തന്നെ ഒരു സെൽഫ് ഇൻറ്റ്യൂഷൻ ഉള്ളിനകത്ത് തോന്നുന്നുണ്ടാവാം. ഏതോ രീതിയിൽ ആ ഒരു പേഴ്സൺ ഞാനുമായിട്ട് കണക്റ്റഡ് ആണ്. ഇപ്പോൾ നേരിട്ട് കാണുന്നില്ല, സംസാരിക്കുന്നില്ല എങ്കിൽ കൂടിയും അവരും എന്നെ ഈ ഒരു സമയം അറിയുന്നുണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്കും ഉണ്ടായേക്കാം.
ആൻഡ് ദ തേർഡ് ആൻഡ് ഫൈനൽ കാർഡ് എന്ന് പറയുന്നത് വർത്ത് വെയിറ്റിംഗ് ഫോർ എന്നുള്ള കാർഡാണ്. ഡിവൈൻ ടൈമിംഗ് ഈസ് അറ്റ് വർക്ക് ഇൻ യുവർ ലവ് ലൈഫ് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ആ ഒരു ഡിവൈൻ ടൈം അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ 3 കാർഡ്സും പരസ്പരം റിലേറ്റബിൾ ആയിട്ടുള്ള കാർഡ്സ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയായിട്ട് ഇപ്പോൾ നിങ്ങളൊന്ന് അകന്ന് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റോ ഏത് രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും അതിനകത്ത് നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് ആഗ്രഹിച്ചത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ആഗ്രഹിച്ചത്, ആ ഒരു കാര്യം നിങ്ങൾക്കായിട്ട് ഡിവൈൻ തരാനായിട്ട് പോകുന്നു. തീർച്ചയായിട്ടും ആ ഒരു ഡിവൈൻ്റെ ശ്രദ്ധ, അല്ലെങ്കിൽ ആ ഒരു ഫോക്കസ്, നമ്മളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു അറ്റൻഷൻ വരിക, അല്ലെങ്കിൽ ആ ഒരു ദൈവികത്വം കൈവരിക എന്ന് പറയില്ലേ, ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ബ്ലെസ്ഡ് ആവാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് നമുക്ക് ഈ കാർഡ്സുകൾ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡെക്കിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് തന്നെ പല കാര്യങ്ങളും നമ്മൾക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട, അല്ലെങ്കിൽ ഈ ഒരു ലൈഫിൽ നിങ്ങളുടെ ഒപ്പം എല്ലാം ഷെയർ ചെയ്യാനായിട്ട് വേണ്ടുന്ന ഒരു പേഴ്സണിന് വേണ്ടി തന്നെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു റീഡിംഗ് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു പേഴ്സണിൽ നിന്ന് ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അറിയുന്നുണ്ടാവില്ല, ചില കാര്യങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ വായിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കേൾക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആകെ ഒരു ക്ലിയർ കട്ടായിട്ടുള്ളൊരു ആൻസർ തരാത്ത എന്തെങ്കിലും കുഴപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായേക്കാം. അപ്പോൾ ഇതിനെല്ലാം വളരെ ക്ലാരിറ്റിയോടുകൂടി എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്താണ് ഇവർക്ക് പറയാനായിട്ടുള്ളത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനായിട്ടുണ്ട്. ചിലപ്പോൾ ചില കാര്യങ്ങൾ ഈ ഒരു വ്യക്തിയോടും പറഞ്ഞ് കൺവിൻസ് ചെയ്യേണ്ടതായിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങളിപ്പോൾ കറൻ്റ്ലി ആഗ്രഹിക്കുന്നത്, ഇതിനകത്ത് വന്നിരിക്കുന്ന നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത്, നിങ്ങൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് ഈ വ്യക്തിയുമായിട്ട് നോ കോണ്ടാക്റ്റിൽ ഇരുന്നവരായിരിക്കാം. നിങ്ങളുടെ ഉള്ളിൽ പല കാര്യങ്ങളും പറയാതെ ഇങ്ങനത്തെ കെട്ടിക്കിടപ്പുണ്ടാവാം. നിങ്ങൾക്കതെല്ലാം ഷെയർ ചെയ്യണം. ചിലപ്പോൾ ഒരു ശ്വാസം മുട്ടലായിരിക്കാം. ഇതെല്ലാം മനസ്സിനകത്ത് ഇരിക്കുകയാണ്. എല്ലാം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പരസ്പരം തുറന്ന് പറഞ്ഞു കഴിഞ്ഞാലായിരിക്കാം നിങ്ങൾക്കൊരു ആശ്വാസം കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഏത് സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ജോബാണ് നിങ്ങൾ ചെയ്യുന്നത്, അങ്ങനെ നിങ്ങളുടെ ലൈഫിൻ്റെ മറ്റ് ഫീൽഡുകൾ എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ആണ്. ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്ന് കിട്ടാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാറുന്നതിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പലപ്പോഴും ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു പാസ്റ്റിലുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടാവാം, ആഗ്രഹിക്കുന്നുണ്ടാവാം. കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് നഷ്ടബോധം തോന്നുന്നുണ്ടാവാം. ചില കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് ചിലപ്പോൾ മിസ്റ്റേക്ക് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഒന്ന് വേറൊരു രീതിയിൽ പെരുമാറിയിരുന്നെങ്കിൽ ഇത്രയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ മാറിപ്പോയിട്ടുണ്ടാവില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. ഒരു പക്ഷേ ഈ ഒരു പേഴ്സണോടുള്ള സ്നേഹക്കൂടുതൽ കാരണം കുറച്ച് നിങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് പോലും ചിലപ്പോൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ മടിയില്ലാത്തൊരവസ്ഥയായിരിക്കാം. കാരണം നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ അത്രയധികം എഫേർട്ട് ഇടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഇവരെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു തോട്ട്സിൽ പോലും മറിച്ചൊരു രീതിയിൽ, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ളൊരു രീതിയിൽ ഈ ഒരു വ്യക്തിയെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അങ്ങനെ പോലും ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് വിഷമമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, ഇതിനകത്ത് വന്നിരിക്കുന്ന പല കാർഡ്സിനകത്തുള്ള ആ ഒരു ഹ്യൂമൻ ഇമേജസ് എന്ന് പറയുന്നത് ഒന്നും ഒരു ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെയുള്ള, അല്ലെങ്കിൽ നേരെ നോക്കുന്ന തരത്തിലുള്ള ഒരു ഇമേജസ് ഇതിനകത്തില്ല. പലതും മുകളിലേക്ക് നോക്കുക, അല്ലെങ്കിൽ സൈഡിലേക്ക്, അല്ലെങ്കിൽ മറ്റൊരു തരത്തിലേക്ക് കണ്ണടച്ചിരിക്കുക, ആ ഒരു രീതിയിലുള്ളൊരു ഇമേജസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മുഴുവൻ. സോ നിങ്ങളാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും, എന്ത് കാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണിപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിലും നിങ്ങളുടെ മൈൻഡിനകത്ത്, അല്ലെങ്കിൽ ആ ഒരു ഇന്നർ മൈൻഡിനകത്തുള്ള ഒരു തോട്ട് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഈ നിങ്ങളുടെ പാർട്ട്ണറിനെ കുറിച്ചിട്ടാണ്. അല്ലെങ്കിൽ എപ്പോഴും ഉള്ളൊരു ചിന്ത അതാണ്. പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം. നിങ്ങളുടെ ജോലി നിങ്ങൾ ചിലപ്പോൾ ചെയ്ത് തീർക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാമിലിയിൽ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ അൾട്ടിമേറ്റ്ലി വന്ന് നിൽക്കുന്നത് ഈ ഒരു പോയിന്റിലാണ്. അതായത് നിങ്ങളുടെ ഇപ്പോൾ എന്താണോ നിങ്ങൾ മറ്റുള്ളവരോട് കാണിക്കുന്ന ആ ഒരു ഫേസ്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് കാണിക്കുന്ന ആ ഒരു ക്യാരക്ടർ, അതല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഇന്നർ സോൾ അന്വേഷിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണെ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ഭൂരിഭാഗം വ്യക്തികൾക്കും ഇപ്പോൾ അവരുടെ പേഴ്സൺ അവരിൽ നിന്ന് ഒരുപാട് ദൂരെ മാറിപ്പോയിട്ടുണ്ടാവാം. ദൂരെ മാറുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഫിസിക്കലി ഉള്ള ആ ഒരു മാറ്റം മാത്രമല്ല, മാനസികമായിട്ടും നിങ്ങൾ തമ്മിൽ ഒരുപാട് അകന്നു പോയിട്ടുള്ളൊരവസ്ഥയായിരിക്കാം. ചിലർക്ക് ആ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു, അവരുടെ ലൈഫിനകത്ത് എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്
ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ചും ഒരു ഐഡിയ ഉണ്ടാവണമെന്നില്ല. അത്രത്തോളം രണ്ടുപേരും രണ്ട് ദിക്കിലേക്ക് എന്ന് പറയുന്ന രീതിയിലേക്ക് മാറിപ്പോയിട്ടുണ്ടാവാം. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തരത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഒരു അകൽച്ച അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുമായിട്ടുള്ള കലഹമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു റീസണായിട്ട് നമുക്കിവിടെ കാണുന്നത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് കൂടുതലായിട്ടും ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്കും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളോ ആവണമെന്നില്ല. പർപ്പസ്ഫുള്ളി ഏതെങ്കിലും വ്യക്തി തന്നെ ആയിരിക്കാം. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ ഉണ്ടെന്ന് മാത്രമല്ല, ആ ഒരു വ്യക്തി, അതായത് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി ഈ രണ്ട് സിറ്റുവേഷനകത്ത് കണക്റ്റായിട്ട് അവർ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്ന ഒരു സാഹചര്യവും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിട്ടുണ്ടാവാം. അതായത് ഒരു സൈഡിൽ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരുടെ മറ്റൊരു ഭാഗത്തുണ്ടാവുന്നത് നിങ്ങൾ ഇതിനകത്ത് ആ ഒരു തേർഡ് പാർട്ടിയായിട്ട് വന്നിരിക്കുന്ന പേഴ്സൺ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ഇൻ ബിറ്റ്വീനിലിരുന്ന് ഈ ഒരു വ്യക്തി ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു പേഴ്സൻ്റെ എനർജിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെപ്പോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് എന്തെങ്കിലും ഒരു ഫെയിലിയർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ദുഃഖിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പുറത്തുള്ളത്. അപ്പോൾ ഇപ്പോഴല്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഈ ബന്ധം നല്ല രീതിയിൽ പോകുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് നിങ്ങളെപ്പോലെ തന്നെ അവരും എനർജി ചിലവാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. മേ ബി ആ ഒരു സമയത്ത് അവരും കാര്യമായിട്ട് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് പല വഴികൾ ആലോചിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. കാരണം അവരുടെ ഒരു ഇൻവോൾവ്മെൻറ്റും തീരെ ചെറുതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഇപ്പോൾ അവർ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കൂടിയും പാസ്റ്റിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പൊട്ടിപ്പോവാതിരിക്കാൻ അല്ലെങ്കിൽ അവരുമായിട്ടുള്ളൊരു കണക്ഷൻ വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഈ പേഴ്സൺ ട്രൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു സെപ്പറേഷനോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് നാളുകളായിട്ടുണ്ടെങ്കിൽ കൂടിയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എവറി മൊമെൻറ്റ് നിങ്ങളിവരെ ആലോചിക്കുന്നു, ആഗ്രഹിക്കുന്നു, ഇവരിലേക്ക് വരാനായിട്ട് കൊതിക്കുന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയേറെ ഈ പേഴ്സണും ഈ റിലേഷൻഷിപ്പ് ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇത്രയും കേട്ടതിൽ നിന്ന് ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ് അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ആയിട്ട് ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങൾ കണക്റ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ കൂടിയും തീർച്ചയായിട്ടും ഈ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടോ, ഇനിയിപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തികളായിട്ട് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് ഇവർ പോരടിച്ചിട്ടുണ്ടോ, ആ ഒരു രീതിയിലൊക്കെ ഇവർ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊന്ന് പറയാം. കാരണം അത്രത്തോളം നിങ്ങളെപ്പോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ അത്രത്തോളം ഇല്ലെന്നുണ്ടെങ്കിൽ കൂടിയും ഈ ഒരു വ്യക്തിയും നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള സ്ട്രഗിളോ അല്ലെങ്കിൽ ഇമോഷണൽ പെയിനൊക്കെ അനുഭവിച്ച് കാണണം. കാരണം അവരും ഒരുപാട് വിഷമിച്ചിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാവുന്നത്. അപ്പം അത്രയധികം ഒരു പെയിൻ ഈ പേഴ്സൺ സഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത്രയധികം ഒരു എഫേർട്ട് അവരെടുത്തിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെയും അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തെയും അത്രയും സ്നേഹിക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. അപ്പോൾ ആ എനർജിയിലുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് മേജർ ആർക്കാന കാർഡ്സ് ആണ് ഈ ഒരു സ്പ്രെഡിനകത്ത് ആകെ കിട്ടിയിരിക്കുന്നത്. അതിലൊന്നും ഒരു മൂൺ കാർഡും പിന്നെ വന്നിരിക്കുന്നത് ആ ഒരു ചാരിയറ്റ് കാർഡുമാണ്. അപ്പോൾ അത്രയധികം നിങ്ങളുടെ ആ ഒരു ലൈഫിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ഉണ്ടാവാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സിമ്പിൾസാണ് ഈ രണ്ട് കാർഡും. അപ്പോൾ അതിലുള്ള ആ ഒരു മൂൺ കാർഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിനകത്ത് ഈ പറഞ്ഞ സിറ്റുവേഷൻസ് എല്ലാം സംഭവിച്ചിട്ടുണ്ടാവണം. ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിനകത്ത് നടന്നിട്ടുണ്ടാവണം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു തേർഡ് പാർട്ടി മൂലം തന്നെ ആയിരിക്കണം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മെയിൻലി കാണാൻ സാധിക്കുന്ന ആ ഒരു കോംബോ എന്ന് പറയുന്നത് തന്നെ ആ ഒരു ഫയർ ആൻഡ് വാട്ടർ സൈൻ ആണ്. വെള്ളം തീയും എന്ന് പറയുന്ന പോലെയാണ് ഇതിനകത്ത് നമുക്ക് എനർജീസ് മിക്സ്ഡപ്പ് ആയിട്ട് കാണുന്നത്. അപ്പോൾ മേ ബി നിങ്ങളായിരിക്കാം ഫയർ സൈൻ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വൈസ് വേഴ്സ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ആ ഒരു വാട്ടർ സൈൻ. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു ബന്ധവും അതുപോലെ തന്നെ ആയിരിക്കണം. അപ്പോൾ ഒരാൾ വളരെയധികം പാഷനേറ്റ് ആയിട്ട് മുന്നിലോട്ട് പോകുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മറ്റേയാൾ കുറച്ചും കൂടി ഇമോഷണൽ വൈസ് അല്ലെങ്കിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കണം. അപ്പോൾ ഈ ഒരു സെൻസിറ്റീവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ലൈഫിൻ്റെ എല്ലാ പാർട്ടിലേക്കും അത് എടുക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് അടുത്ത ബന്ധം അല്ലെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരിൽ നിന്നുള്ള കാര്യങ്ങൾ വരുമ്പോൾ മാത്രമായിരിക്കും സെൻസിറ്റീവായിട്ട് പെരുമാറുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ സ്ട്രോങ് ആയിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു തരത്തിലുള്ള ഒരു എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരാൾ വളരെയധികം ഒരു ഫയറി നേച്ചറാണ്. അപ്പോൾ എന്തും കീഴടക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് വളരെ ടോക്കറ്റീവ് ആയിരിക്കാം, മറ്റുള്ളവരുടെ അടുത്ത് സംസാരിച്ച് ശ്രദ്ധ പിടിച്ചു പറ്റാനൊക്കെ താല്പര്യമുള്ള, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആളുകൾ പെട്ടെന്ന് അപ്രോച്ച് ചെയ്യുന്ന തരത്തിലായിരിക്കാം ഒരു വ്യക്തി. മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു കൂൾ മൈൻഡാണ്, അല്ലെങ്കിൽ ഒരുപാട് സ്നേഹം ഇഷ്ടപ്പെടുന്ന, ആഗ്രഹിക്കുന്ന ആ ഒരു ഇമോഷൻസിന് വാല്യൂ കൊടുക്കുന്ന വ്യക്തി തന്നെ ആയിരിക്കാം.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള റീകൺസിലേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പഴയതിനേക്കാൾ മികച്ച ഒരു ലൈഫ് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ ഡ്രീം ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കാണുന്നത് ഇവരോടൊന്ന് തുറന്ന് സംസാരിക്കണം. പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് സംസാരിച്ച് തീർക്കാനുണ്ടാവാം. ചിലപ്പോൾ തേർഡ് പാർട്ടി ഇൻ ബിറ്റ്വീൻ ഉള്ളതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരുപാട് മിസ്റ്ററീസ് ഉണ്ടാവാം. നിങ്ങൾ പോലും അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിനകത്ത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെയുള്ള കാര്യമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് എത്രയും വേഗം ഈ ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങളൊരു ആവേശത്തോടു കൂടിയാണ് അവർ കാണുന്നത്. അപ്പോൾ അത്രയും ഒരു ഫയറി ആയിട്ട് നിങ്ങളിലേക്ക് വരാൻ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഫയർ ആൻഡ് വാട്ടർ സൈൻ കോംബോയാണ് കൂടുതലായിട്ടും കാണുന്നതെന്ന്. അപ്പോൾ അതിനർത്ഥം മറ്റാരും ഇതിനകത്ത് ഉൾപ്പെടില്ല എന്നുള്ളതല്ല, പക്ഷേ എങ്കിലും വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന എനർജീസ് അതായത് കൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ഫയർ സൈൻസ് എന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഏരീസ്, ലിയോ, സെജിറ്റേറിയസ് എനർജീസ് ആണ്. അതായത് നമ്മുടെ മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മേടം രാശി, ചിങ്ങം രാശി, ധനുരാശി. അപ്പോൾ ഇതിനകത്തൊക്കെ പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സോഡിയക് സൈൻ വെച്ചിട്ട് മാത്രമല്ല, അല്ലാത്ത രീതിയിലും നമുക്ക് മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ നോക്കുമ്പോൾ നിങ്ങളുടെ രാശി ഇതിനകത്ത് വരുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നക്ഷത്രം ഇതിനകത്ത് വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ വാട്ടർ സൈൻ എന്ന് പറയുമ്പോഴത്തേക്കും ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് ആണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ആ ഒരു മീനം രാശി, വൃശ്ചികം രാശി, അതുപോലെ തന്നെ കർക്കിടക രാശി, ഇതിനകത്ത് പെടുന്ന ആ ഒരു രാശിക്കകത്ത് വരുന്ന നക്ഷത്രങ്ങൾ. അപ്പോൾ ഇതിനകത്തൊക്കെ നിങ്ങളുടെയും കൂടി ഒരു എനർജി റെസനേറ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ള സാഹചര്യം ഏതാണെന്നുണ്ടെങ്കിലും അവരവിടെ ഒരു ഡിസിഷൻ എടുക്കുന്നു, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനായിട്ട് അവർ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മൾ നേരത്തെ ആ ഒരു ഏഞ്ചൽസിന് എന്താണ് പറയാനുള്ളതെന്ന് നോക്കുമ്പോഴും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ആ ഒരു ഡിവൈൻ ടൈം അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാനായിട്ട് കഴിയുന്നതും, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അവർ കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെയും ഒരു റീസൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ഒരു യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്നതും ആ ഒരു ചാരിയറ്റ് എനർജി തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് ആ ഒരു മേജർ ആർക്കാന കാർഡ്സ് 2 എണ്ണമാണ് വന്നത്. അപ്പോൾ ഈ ഒരു ചാരിയറ്റ് എനർജി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത്രയധികം സ്ട്രോങ് ആയിട്ട്, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെയാണോ തടസ്സങ്ങൾ ഉണ്ടായിട്ടുള്ളത് ആ ഒരു ഒബ്സ്റ്റക്കിൾസ് എല്ലാം തള്ളി മാറ്റി വരാനുള്ള ഒരു വിൽ പവർ അവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് എല്ലാവർക്കും ലൈഫിനകത്ത് പല രീതിയിലുള്ള തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടായേക്കാം. പക്ഷെ അത് ഓവർകം ചെയ്ത് വരുമ്പോഴാണ് അവിടെ ഒരു വിജയമുണ്ടെന്ന് പറയുന്നത്. ചിലവർക്ക് അത് ഓവർകം ചെയ്യാൻ സാധിക്കാറില്ല. ഒരു ബുദ്ധിമുട്ടോ തടസ്സങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതോടുകൂടി എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഭയമായിരിക്കാം, കൂടുതലത് മുന്നോട്ട് പ്രൊസീഡ് ചെയ്ത് പോകാനായിട്ട് ഭയമായിരിക്കാം. ചിലവർക്ക് മാത്രമാണ് അത് ഓവർകം ചെയ്ത് വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ച് മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കാൻ ഒരു മൈൻഡ് ഉള്ളവർ, അല്ലെങ്കിൽ അത്രയും ഒരു ഗഡ്സ് ഉള്ളവർ അങ്ങനെയുള്ളവരാണ്. അപ്പോൾ ഈ ഒരു പേഴ്സണ് എന്തായിരുന്നു നിങ്ങളുടെ ഇതിനകത്തുള്ള തടസ്സമെങ്കിലും നമുക്കിവിടെ അറിയാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിൽ കൂടിയും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മറികടന്ന് വരാനായിട്ട് ഇവർക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതൊരു ആക്ഷൻ കാർഡാണ്, അതുപോലെ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ടൊരു കാർഡാണ്, അത്രയും ഒരു സൂപ്പർബ് എനർജി ഉള്ള ഒരു കാർഡ് തന്നെയാണ്. അപ്പോൾ ചിലവർക്ക് ഇതുപോലെയുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് ആ ഒരു പേഴ്സൺ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടാവാം. വളരെ കുറച്ച് ആൾക്കാർക്കായിരിക്കും കോൺടാക്റ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉള്ളത്. കാരണം നമ്മൾക്കിവിടെ ഓൾറെഡി നോക്കിയപ്പോഴും ആ ഒരു ഏഞ്ചൽസിൻ്റെ ഗൈഡൻസിൽ നിങ്ങളുടെ ഡിവൈൻ ടൈം അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ വ്യക്തികൾക്കും കോൺടാക്റ്റ് ചെയ്യാനായിട്ട് സാധ്യത ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് തന്നെ ചില സൈൻസ്, സിമ്പിൾസ് ഒക്കെ കാണിച്ചു തരുന്നുണ്ടാവാം. പെട്ടെന്ന് നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും ആ ഒരു അവർ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുന്നു. നമുക്കിവിടെ വന്ന ആ ഒരു സെക്കൻഡ് കാർഡ് പോലെ തന്നെ, അട്രാക്ഷൻ എന്നുള്ള കാർഡ് പോലെ തന്നെ അവർ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു പേഴ്സൺ അറിയുന്നുണ്ട് നിങ്ങളുടെ ഒരു വൈബ്, അവർ അറിയുന്നുണ്ട്, അവരുടെ വൈബ് നിങ്ങൾക്കും അറിയാൻ സാധിക്കുന്നുണ്ടെന്നുള്ള ആ ഒരു ഇൻറ്റ്യൂഷനൊക്കെ ഇപ്പോൾ പരസ്പരം നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു എനർജിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുക നിങ്ങളുടെ ഒരു റീഡിംഗ് ആണ്, അല്ലെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് മറ്റൊരു വ്യക്തിയോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളോ കാരണമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി ഒരു രണ്ട് വഴിക്കായി പോയതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ തമ്മിൽ തള്ളി മാറ്റിയത് മറ്റൊരു ഫാക്ടർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫാക്ടറിനെ ഓവർകം ചെയ്യാനായിട്ട് നിങ്ങളുടെ പേഴ്സണ് കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്, എങ്കിലും കുറച്ച് ക്ലൂസ് കൂടി നമുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ എനർജി ആയിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടോ, എല്ലാ കാര്യങ്ങളും ക്ലൂസ് ഉൾപ്പെടെ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളതും കൂടി നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ കണ്ണൂരാണ്. ലെറ്റർ N, ലെറ്റർ T,
ആലപ്പുഴ. നമ്പർ 24, May month. Number 11, Kollam. Number 20, letter F, Kozhikode. തിരുവോണം നക്ഷത്രം. നമ്പർ 16, മകയിരം നക്ഷത്രം. ലെറ്റർ M, വയനാട്. വിർഗോ സോഡിയക് സൈൻ. ലെറ്റർ Y, Aries zodiac sign. Number 22, Pisces zodiac sign. Number 31, Magam nakshatram. Number 28, letter E, Uttram nakshatram. Number 17, Taurus. Number 3, and finally ഭരണി നക്ഷത്രം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് എല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് നമുക്ക് ഇന്നത്തെ റീഡിങ്ങിനകത്ത് കാണാനായിട്ട് സാധിച്ചത്. കാരണം ഇവിടെ ആക്ഷൻ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ പിന്നത്തേക്കല്ല, ഇത്രയും വേഗം ആസ് സൂൺ ആസ് പോസിബിൾ എന്നുള്ള രീതിയിൽ വേഗം ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണുന്നത്. ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു റീകൺസിലിയേഷൻ, നിങ്ങൾ ആഗ്രഹിച്ച പോലെ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതും വളരെ പെട്ടെന്ന് തന്നെയാണ്. സോ ഈ ഒരു എനർജി നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യുക. ആ ഒരു വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ റീയൂണിയന് വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.